പ്രിയപ്പെട്ടവരെ, 1998 സഖാവ് EK നായനാർ സർക്കാരാണ് സഹകരണ മേഖലയിൽ നീതി മെഡിക്കൽ സ്റ്റോർ എന്ന ആശയം നടപ്പിലാക്കിയത്. ആരോഗ്യ മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണത്തിനുള്ള പ്രതിരോധം എന്ന നിലയിലാണ് അവശത അനുഭവിക്കുന്നവർക്ക് സഹകരണത്തിൻ്റെ സ്വാന്തന സ്പർശം ലഭിക്കാൻ ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് 1000 കോടി രൂപയുടെ വിറ്റുവരവുള്ള മേഖലയായി സഹകരണ നീതി മെഡിക്കൽ സ്റ്റോർ മാറിയിട്ടുണ്ട്. 16 മുതൽ 85% വരെ വിലക്കുറവിലാണ് നീതി മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്ന് വിൽക്കുന്നത്. 1700 വരുന്ന നീതി മെഡിക്കൽ സ്റ്റോറുകൾ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ നിയന്ത്രണത്തിലും 77 കൺസ്യൂമർ ഫെഡിൻ്റെ നിയന്ത്രണത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 10,000-ഓളം ജീവനക്കാർ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരായിട്ടുണ്ട്. 80-ാം വകുപ്പ് നടപ്പിലാക്കിയതോടുകൂടി നീതി മെഡിക്കൽ സ്റ്റോറുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സേവന വേതന വ്യവസ്ഥകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൻഡിക്സ് 3-ൽ ഉൾപ്പെടുത്തിയ ജീവനക്കാർ എന്നുള്ള നിലയിൽ സഹകരണ ജീവനക്കാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സേവന വേതന വ്യവസ്ഥകളും ഈ വിഭാഗം ജീവനക്കാർക്കും ഇന്ന് നിലവിലുണ്ട്. പക്ഷേ നീതി സ്റ്റോർ മേഖലയിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ഒരു അവശ്യ സർവീസ് എന്നുള്ള നിലയിൽ ഈ മേഖലയിലെ ജീവനക്കാർക്ക് യൂണിയൻ്റെയും അതുപോലെ നീതി മെഡിക്കൽ സബ് കമ്മിറ്റിയുടെയും നിരന്തരമായ യോഗങ്ങളിലും ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെയാണ് നീതി മെഡിക്കൽ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സബ് കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ക്ലാസ് നിലവിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും പ്രയോജനകരമായി ഏത് അവസരത്തിലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ ഒരു ബുക്ക് പോലെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ ആ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ നീതി മെഡിക്കൽ സബ് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല നിലയിൽ ആ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി സഹകരണ സംഘം ജോയിൻ്റ് രജിസ്ട്രാറായി റിട്ടയർ ചെയ്ത ശ്രീ MG ബാബു സാറ് ശ്രമിച്ചിട്ടുണ്ട്. സഹകരണ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ആ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള അനുഭവത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സഹകരണ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ക്ലാസ് വളരെ ക്രിയേറ്റീവായി പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സിൻ്റെ വീഡിയോ എല്ലാ കാലത്തും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ആ ക്ലാസ് എടുത്ത അദ്ദേഹത്തെ, ബാബു സാറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാനും അത് സംബന്ധിച്ച് നിങ്ങളുടെ സർവീസ് മാറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയം നിവൃത്തി വരുത്തുന്നതിനും നിങ്ങൾക്ക് നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ ക്ലാസ് സംഘടിപ്പിച്ച നമ്മുടെ നീതി മെഡിക്കൽ സബ് കമ്മിറ്റിയെയും ക്ലാസ് എടുത്ത ബാബു സാറിനെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായ
അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. ഞാൻ MG ബാബു, സഹകരണ സംഘം ജോലി രജിസ്ട്രാർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സഹകരണ നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പറയുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സഹകരണ രംഗത്ത് നീതി മെഡിക്കൽ സ്റ്റോറുകൾ ആരംഭിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 1998 കാലയളവിൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നയനാറിന്റെ താല്പര്യപ്രകാരം 1998 കേരള പിറവി ദിനത്തിൽ നവംബർ 1 സഹകരണ രംഗത്ത് നീതി മെഡിക്കൽ സ്റ്റോറുകൾ ആരംഭിക്കുന്നത്. പ്രാരംഭകാലത്ത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിപ്പിച്ചു പോന്നിട്ടുള്ളത്. ഈ രംഗത്ത് അന്ന് സ്ഥിരം ജീവനക്കാർ എന്ന നിലയിൽ സേവന വേതന വ്യവസ്ഥകൾ ബാധകമായ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. കൺസോളിഡേറ്റഡ് ശമ്പളത്തിലോ അതല്ലെങ്കിൽ കമ്മീഷൻ അടിസ്ഥാനത്തിലോ ആണ് അന്ന് നീതി മെഡിക്കൽ സ്റ്റോറുകൾ നടത്തുന്നത്. വളരെ ഏതാണ്ട് ഒരു 10 കൊല്ലത്തെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മുറവികളുടെ ഫലമായിട്ട് 2008 നീതി മെഡിക്കൽ സ്റ്റോറിൽ പ്രവർത്തിക്കുന്ന അവരെ ജീവനക്കാരായി അംഗീകരിച്ചുകൊണ്ട് അവരുടെ തസ്തികകൾ ഡിഫൈൻ ചെയ്തുകൊണ്ട് അവർക്ക് ശമ്പള സ്കെയിലുകൾ അനുവദിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറങ്ങിയത്. അത് 16/8/2008 പുറത്തിറക്കിയ GOP നമ്പർ 189/2008 എന്ന ഉത്തരവ് പ്രകാരമാണ്. ആ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ നീതി മെഡിക്കൽ സ്റ്റോറുകളെ ദിവസ വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു. ഓരോ വിഭാഗത്തിലും ദിവസ വിൽപ്പന എത്രയാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാർക്ക് ശമ്പള സ്കെയിലുകൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. 10,000 രൂപ മുതൽ 20,000 രൂപ വരെ ഒരു വിഭാഗവും, 20,000 മുതൽ അങ്ങനെ 4 വിഭാഗം, 20,000 മുതൽ 25,000, 25,000 മുതൽ 30,000, 30,000 മീതെ ദിവസ വിൽപ്പനയുള്ള ഒരു വിഭാഗം, അങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ഫാർമസിസ്റ്റ്, ഹെൽപ്പർ അല്ലെങ്കിൽ സെയിൽസ്മാൻ എന്നീ തസ്തികകളാണ് അനുവദിച്ചുകൊണ്ടത്. അപ്രകാരം ഒരു ഉത്തരവ് വന്നതിന് ശേഷമാണ് ഈ വിഭാഗത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആളുകൾ സഹകരണ സംഘം ജീവനക്കാർ എന്ന നിലയിലുള്ള എല്ലാവിധ ആനുകൂല്യങ്ങൾക്കും അർഹത നേടിയിട്ടുള്ളത്. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്ക് ഓരോ 5 വർഷം കൂടുമ്പോഴും ശമ്പളം പരിഷ്കരിക്കപ്പെടുന്നു. ഏറ്റവും അവസാനമായി ശമ്പളം പരിഷ്കരിക്കപ്പെട്ട ഉത്തരവിറങ്ങിയത് 1/4/2019 മുതൽ പ്രാബല്യത്തിൽ വന്ന ഉത്തരവാണ്. 1969 സഹകരണ നിയമം 15/5/1969 നിലവിൽ വന്നെങ്കിലും അതിന് ചട്ടങ്ങൾ 2 മാസം കഴിഞ്ഞ് 14/7/2069 നിലവിൽ വന്നപ്പോഴും ജീവനക്കാരുടെ വിഭാഗത്തിന് ബാധകമായ ചട്ടങ്ങൾ പുറത്തിറങ്ങിയിരുന്നില്ല. അത് പിന്നീട് 1/1/74 മുതലാണ് ജീവനക്കാർക്ക് ബാധകമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചട്ടം 182 മുതലുള്ള ചട്ടങ്ങൾ നിലവിൽ വന്നു. അതിനു മുൻപ് ജീവനക്കാർ അതാത് സഹകരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ താല്പര്യങ്ങൾക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ശമ്പളം ആണ് അവർ വാങ്ങിയിരുന്നത്. നിശ്ചിതമായ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. 1/1/74 സഹകരണ ചട്ടങ്ങൾ നിലവിൽ വന്നപ്പോൾ ഓരോ
സംഘങ്ങളെയും ക്ലാസിഫൈ ചെയ്തുകൊണ്ട് നിയമനത്തിന് വ്യവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട യോഗ്യതകൾ നിർണ്ണയിച്ചുകൊണ്ട് അവർക്ക് ഓരോ വിഭാഗത്തിനും നൽകാവുന്ന ശമ്പളത്തിന്റെ സ്കെയിൽ എത്രയാണെന്ന് നിശ്ചയിച്ചുകൊണ്ട് വ്യക്തമായ വ്യവസ്ഥ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ നിലവിലുണ്ട്. 1/1/74 ശേഷം ഒന്നാമത്തെ ശമ്പള പരിഷ്കരണം 1979 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. തുടർന്ന് 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണങ്ങൾ നടത്തി വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 1/4/2019 പരിഷ്കരിക്കപ്പെട്ട ശമ്പള സ്കെയിലുകൾ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളവും മറ്റു വ്യവസ്ഥകളും നിർണയിക്കപ്പെട്ടു പോന്നിട്ടുള്ളത്. 2008 നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാർക്ക് വേണ്ടി അവരുടെ തസ്തികകളും ശമ്പള സ്കെയിലും നിർണയിക്കപ്പെട്ടെങ്കിലും 2009 മുതൽ വന്ന ശമ്പള പരിഷ്കരണ ഉത്തരവിൽ ഇത് ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീട് 2014 1/4/2014 മുതൽ ഉള്ള ശമ്പള പരിഷ്കരണ ഉത്തരവിലാണ് നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരുടെ ശമ്പള സ്കെയിലുകൾ കൂടി ഉൾപ്പെടുത്തിയത്. ആ പരിഷ്കരണ ഉത്തരവ് 17/9/2015 GOP നമ്പർ 118/2015 എന്ന ഉത്തരവാണ്. ആ ഉത്തരവ് പ്രകാരം നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരുടെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചതിൽ ചെറിയ വ്യത്യാസം വരും. 7,500 മുതൽ 10,000 രൂപ വരെ എന്ന് 16/8/2008 ഉത്തരവിൽ പറഞ്ഞിരുന്നത് 7,500 മുതൽ 15,000 രൂപ വരെ ദിവസ വിൽപ്പനയുള്ളത് ഒരു വിഭാഗവും, 15,001 മുതൽ 25,000 രൂപ വരെ വിൽപ്പനയുള്ളത് അടുത്ത വിഭാഗവും, 25,000 മീതെ 35,000 രൂപ വരെ വിൽപ്പനയുള്ളത് അടുത്ത വിഭാഗവും, 35,000 മീതെ ദിനം പ്രതി വിൽപ്പനയുള്ള സ്ഥാപനങ്ങളെ 4ാമത്തെ വിഭാഗവുമായി ഉൾപ്പെടുത്തി ഓരോ തസ്തികകൾക്കും ഫാർമസിസ്റ്റിന് എത്ര, ഹെൽപ്പർ സെയിൽസ്മാന് എത്ര എന്ന നിലയിൽ ശമ്പളവും നിർണ്ണയിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ 1/4/2019 ശമ്പള പരിഷ്കരണത്തിലും ഇതേ ദിവസ വിൽപ്പനയുടെ ലിമിറ്റ് ഇതേ നിലയിൽ നിർത്തിക്കൊണ്ടാണ് ശമ്പള പരിഷ്കരണം നടത്തിയിട്ടുള്ളത്. അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു 1/1/74 മുതൽ ചട്ടങ്ങൾ നിലവിൽ വന്നു. ഈ ചട്ടങ്ങൾ അനുസരിച്ച് സഹകരണ നീതി മെഡിക്കൽ സ്റ്റോർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്കും സെയിൽസ്മാൻ, ഹെൽപ്പർ എന്നിവർക്കും എന്തെല്ലാമാണ് ഈ ചട്ടങ്ങൾ ഈ സഹകരണ ജീവനക്കാർ എന്നുള്ള നിലയിൽ കിട്ടേണ്ട ആനുകൂല്യം എന്താണെന്ന് നോക്കാം. ഒന്നാമത്, സംഘത്തെ തരം തിരിച്ചാണ്, ക്ലാസിഫൈ ചെയ്താണ് പ്രാഥമിക വായ്പാ സംഘങ്ങളെ അവയുടെ പ്രവർത്തന മൂലധനത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ തരം തിരിച്ചാണ് ആ വിഭാഗം ജീവനക്കാർക്ക് ശമ്പളം നിർണ്ണയിക്കപ്പെട്ടു പോരുന്നത്. പക്ഷേ നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാർക്ക് സംഘത്തിന്റെ അവരുടെ നീതി മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന സഹകരണ സംഘത്തിന്റെ ക്ലാസിഫിക്കേഷനുമായി യാതൊരു ബന്ധമില്ല. നീതി മെഡിക്കൽ സ്റ്റോർ വിഭാഗം ജീവനക്കാരുടെ ശമ്പളം നിർണ്ണയിക്കപ്പെടുന്നത് ദിനം പ്രതി ആ സ്റ്റോറിൽ എത്ര രൂപയുടെ വിൽപ്പന നടത്തുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. ഇപ്പോ സഹകരണ സംഘം ജീവനക്കാർ എന്നുള്ള നിലയിൽ നീതി മെഡിക്കൽ സ്റ്റോർ വിഭാഗം ജീവനക്കാരെയും നിയമിക്കപ്പെടുന്നതിന് സഹകരണ നിയമം അനുസരിച്ച്, സഹകരണ ചട്ടം 183 അനുസരിച്ച് വയസ്സ് എത്രയാണെന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. 18 വയസ്സ് തികഞ്ഞിരിക്കണം. 40 വയസ്സ് നിയമിക്കപ്പെടുന്ന വർഷത്തിന്റെ 1-ാം തീയതി തികയാൻ പാടില്ല, ജനുവരി 1-ന് തികയാൻ പാടില്ല. ഇപ്പൊ 18 മുതൽ 40 വയസ്സ് വരെയാണ് നിയമിക്കപ്പെടുന്നതിനുള്ള പ്രായപരിധി. എന്നാൽ സംവരണ വിഭാഗങ്ങൾക്ക് OBCക്ക് 3 വയസ്സിന്റെയും SC/ST വിഭാഗങ്ങൾക്ക് 5 വയസ്സിന്റെയും ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 43 വയസ്സ് ഉള്ള OBC ആയാലും 45 വയസ്സ് വരെയുള്ള SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും സാധാരണ ജീവനക്കാർ എന്നുള്ള നിലയിൽ ഫാർമസിസ്റ്റ് ആയോ അല്ലെങ്കിൽ നീതി മെഡിക്കൽ സ്റ്റോറിലെ ഹെൽപ്പർ,
സെയിൽസ്മാനായോ നിയമിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ട്. നിയമിക്കപ്പെടുന്ന ഒരു ജീവനക്കാരൻ ആദ്യത്തെ ഒരു വർഷം പ്രൊബേഷനിലായിരിക്കും എന്ന് ചട്ടം പറയുന്നു. പ്രൊബേഷനിലായിരിക്കുക എന്ന് വെച്ചാൽ അവരുടെ സേവന കാലയളവ് ഒരു വർഷം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സമയമാണ് ആ ഒരു വർഷം. അത് കഴിഞ്ഞാൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് അവർ സ്ഥിരം ജീവനക്കാരായി എല്ലാ ആനുകൂല്യങ്ങളുമുള്ള സ്ഥിരം ജീവനക്കാരായി മാറും. അടുത്തത് പ്രമോഷനാണ്. സഹകരണ നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരെ സംബന്ധിച്ച് പ്രമോഷൻ എന്നുള്ളത് ഒരു കിട്ടാക്കനി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമെങ്കിലും ഹെൽപ്പർ സെയിൽസ്മാൻ തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഫാർമസിസ്റ്റ് ആകാനുള്ള നിശ്ചിത യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ സംഘത്തിലെ ലീഡർ കാറ്റഗറി സബ് റൂൾസിൽ പോഷക വിഭാഗം ഉപനിബന്ധനകളിൽ ഇവർക്ക് പ്രൊമോഷൻ കൊടുക്കാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ആ ഒരു വിഭാഗത്തിന് മാത്രമാണ് പ്രൊമോഷനെ അർഹതയുള്ളതായിട്ട് സഹകരണ നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരുടെ വിഭാഗത്തിൽ കാണുന്നത്. ഫാർമസിസ്റ്റിന്റെ പ്രൊമോഷൻ വേറെ തസ്തികകൾ ഇല്ലാത്തതുകൊണ്ട് അപ്രകാരം ഒരു ലീഡർ കാറ്റഗറി വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് സംശയമാണ്. പിന്നെ നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യത പറയുന്നത് സഹകരണ ചട്ടത്തിലാണ്. ചട്ടം 186-ലാണ് ആ ഓരോ വിഭാഗം ജീവനക്കാർക്കും വേണ്ട അടിസ്ഥാന യോഗ്യത പറയുന്നത്. ഫാർമസിസ്റ്റിന് വേണ്ട യോഗ്യത എന്താണ്, സെയിൽസ്മാൻ അല്ലെങ്കിൽ ഹെൽപ്പർക്ക് വേണ്ട യോഗ്യത എന്താണ് അതിൽ പറയപ്പെടുന്നുണ്ട്. ചട്ടം 188, 189 എന്നിവയാണ് സ്റ്റാഫിന്റെ പാറ്റേൺ എന്തായിരിക്കണം, അതിന്റെ ഘടന എന്തായിരിക്കണം എന്ന് നിർണ്ണയിക്കുന്നത്. അവർക്ക് എന്ത് റെമ്യൂണറേഷൻ, അവർക്ക് എന്ത് സാമ്പത്തിക ആനുകൂല്യം കൊടുക്കണം എന്നും നിർണ്ണയിക്കപ്പെടുന്നത്. ചട്ടം 189 അനുബന്ധമായിട്ടാണ് അപ്പൻഡിക്സ് 3 എന്ന ജീവനക്കാരുടെ തസ്തികകളുടെയും അവർക്ക് അർഹതയുള്ള ശമ്പള സ്കെയിലിന്റെയും വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സഹകരണ ചട്ടം 190 ലീവ് സംബന്ധിച്ചുള്ളതാണ്. അതിൽ പറയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ബാധകമായ എല്ലാ ലീവുകളും ഏൺ ലീവ് സറണ്ടർ ചെയ്യുന്നത് ഉൾപ്പെടെ സഹകരണ സംഘ ജീവനക്കാർക്കും ബാധകമായിരിക്കും. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പിന്നീട് പരിശോധിക്കാം. അടുത്തത് മെഡിക്കൽ അലവൻസിനെ സംബന്ധിച്ചും ഈ ചട്ടത്തിൽ പറയുന്നുണ്ട്. മെഡിക്കൽ അലവൻസ് അതാത് സമയത്ത് ശമ്പള പരിഷ്കരണ ഉത്തരവിലൂടെയാണ് ഇപ്പോൾ നിർണ്ണയിക്കപ്പെട്ടു വരുന്നത്. 2019 പരിഷ്കരിക്കപ്പെട്ട ഉത്തരവ് പ്രകാരം മെഡിക്കൽ അലവൻസ് ഒരു ജീവനക്കാരന് 4000 രൂപ ലഭിക്കും. ഈ മെഡിക്കൽ അലവൻസ് ലഭിക്കുന്നതിന് ജീവനക്കാരന്റെ തസ്തികയുടെ വലിപ്പമോ ചെറുപ്പമോ ബാധകമല്ല. എല്ലാ ജീവനക്കാർക്കും ഒരേ തുക 4000 രൂപയാണ് മെഡിക്കൽ അലവൻസ്. ആ മെഡിക്കൽ അലവൻസ് എപ്പോൾ വാങ്ങണം, എന്ന് കിട്ടും എന്നുള്ളതൊക്കെ അതാത് സഹകരണ സംഘങ്ങൾ തീരുമാനിച്ചാണ് നൽകുന്നത്. ചില സഹകരണ സംഘങ്ങൾ അത് സാമ്പത്തിക വർഷം ആരംഭത്തിൽ കൊടുക്കും, ചിലർ ജൂലൈ 1 കൊടുക്കും. അങ്ങനെ വ്യത്യസ്ത തീയതികളിൽ കൊടുക്കുന്ന പ്രാക്ടീസ് നിലവിലുണ്ട്. ഏതായാലും ഒരു വർഷത്തിൽ 4000 രൂപ ആണ് ഇപ്പോൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള മെഡിക്കൽ അലവൻസ്. ഓരോ ജീവനക്കാരും സഹകരണ സംഘത്തിൽ പ്രവേശിക്കുമ്പോൾ നിശ്ചിത തുക സംഘത്തിലേക്ക് ക്യാഷ് സെക്യൂരിറ്റി ആയിട്ട് അടയ്ക്കണം എന്ന് രജിസ്ട്രാറിനുണ്ട്. നിയമപ്രകാരമുണ്ട്, രജിസ്ട്രാറുടെ നിർദ്ദേശമുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി അടയ്ക്കണം. അത് എത്രയാണെന്ന് രജിസ്ട്രാർ അതാത് സമയം നിർണ്ണയിക്കുന്ന തുകയാണ് ജീവനക്കാർ അടയ്ക്കേണ്ടത്. ജീവനക്കാർ സംഘത്തിൽ ജോലിയിൽ പ്രവേശിച്ചാൽ ഉടനെ അവരുടെ സേവന വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു സേവന പുസ്തകം ആരംഭിക്കേണ്ടതുണ്ട്. അത് ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാരന്റെ ഉത്തരവാദിത്തമാണ്. സേവന പുസ്തകം വാങ്ങി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഏൽപ്പിച്ച് അത് ആരംഭിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ജീവനക്കാർക്ക് എടുക്കേണ്ടതാണ്. അടുത്തത് ജീവനക്കാർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെ സംബന്ധിച്ചും സഹകരണ ചട്ടത്തിൽ വിവരിക്കുന്നുണ്ട്. ആ ശിക്ഷണ നടപടികൾ അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പരിശോധിക്കാം. ജീവനക്കാരെ സംബന്ധിച്ച് എന്താണ് നിയമിക്കപ്പെടുമ്പോൾ
അവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യം, സാമ്പത്തിക ആനുകൂല്യം, അത് ശമ്പളം. ഒരു തസ്തികയിലേക്ക് ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു ജീവനക്കാരി നിയമിക്കപ്പെടുന്നത് ഒരു നിശ്ചിത ശമ്പള സ്കെയിലാണ്. എന്താണ് ശമ്പള സ്കെയിൽ? ഒരു മിനിമത്തിൽ ആരംഭിച്ച് ഒരു നിശ്ചിത തുക വീതം വർദ്ധിച്ച് ഒരു മാക്സിമത്തിൽ എത്തുന്ന ഒരു സ്കെയിൽ, ഒരു സംവിധാനത്തെയാണ് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1000, 100, 2000, 200, 4000 എന്നതൊരു ശമ്പള സ്കെയിലാണെങ്കിൽ ആ ശമ്പള സ്കെയിലിൽ നിയമിക്കപ്പെടുന്ന ജീവനക്കാരന് നിയമിക്കപ്പെടുന്ന തീയതിയിൽ, നിയമനത്തിൽ പ്രവേശിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുന്ന തീയതിയിൽ ലഭിക്കുന്ന ശമ്പളം, അടിസ്ഥാന ശമ്പളം 1000 രൂപയാണ്. പിന്നെ 100 എന്ന് പറഞ്ഞിട്ടുള്ളത് ഓരോ വർഷത്തിലും വർദ്ധിച്ചു വരുന്ന തുകയാണ്. അടുത്ത വർഷം അയാൾക്ക് 100 രൂപ കൂടി 1100 രൂപ അടിസ്ഥാന ശമ്പളം. അങ്ങനെ വർദ്ധിച്ച് 4000 രൂപയിലെത്തുമ്പോൾ അത് അവസാനിക്കും, സ്റ്റാഗ്നേറ്റ്. അതാണ് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഓരോ ജീവനക്കാരനെയും ഒരു നിശ്ചിത ശമ്പള സ്കെയിലിലാണ് നിയമിക്കപ്പെടുന്നത്. ആ ശമ്പള സ്കെയിലിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്ന തുകയാണ് അടിസ്ഥാന ശമ്പളം. ഇപ്പോ നമ്മുടെ മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്ന, സഹകരണ സംഘങ്ങളിൽ പ്രവൃത്തിയെടുക്കുന്ന ഓഫീസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണെങ്കിൽ പോലും അവരുടെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് ഹോം ടേക്ക് സാലറിയാണ്. അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കിട്ടുന്ന ശമ്പളം, എല്ലാ അടിസ്ഥാന ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ചേർത്ത് കിട്ടുന്ന തുകയിൽ നിന്ന് ഓരോ മാസത്തെയും ഡിഡക്ഷൻസ്, റിക്കവറീസ് കുറച്ച് നെറ്റ് ക്യാഷ് കിട്ടുന്നത് എത്രയാണോ അതാണ് ശമ്പളം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ധാരാളം ജീവനക്കാരുണ്ട്. നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരെ സംബന്ധിച്ച് അവർ ഓഫീസുമായിട്ട് ബന്ധമില്ലാതെ പ്രവർത്തിച്ചു പോകുന്ന, നിരന്തര ബന്ധമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആ ഓഫീസിൽ പ്രവർത്തിക്കുന്നവർക്ക് വരെ ശമ്പളം എന്താണ് എന്ന് കൃത്യമായി അറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അത് ശ്രമിക്കുന്നില്ല എന്നതാണ് വസ്തുത. പക്ഷെ ഒരാളുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ വേതനം എന്ന് പറഞ്ഞാൽ അതിൽ അടിസ്ഥാന ശമ്പളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തയും ഹൗസ് റെന്റ് അലവൻസ് അല്ലെങ്കിൽ വീട്ടുവാടക അലവൻസും മറ്റ് അലവൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർന്നതാണ് ഒരാളുടെ മൊത്ത ശമ്പളം. അടിസ്ഥാന ശമ്പളത്തെ നിർണയിച്ചുകൊണ്ടാണ്, ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് എന്താണ് ക്ഷാമബത്ത എന്ന് നിർണ്ണയിക്കുന്നത്. ക്ഷാമബത്ത എന്തായിരിക്കണം എന്ന് സഹകരണ ചട്ടത്തിൽ പറയുന്നുണ്ട്. അത് പറയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അതാത് കാലം അനുവദിക്കുന്ന നിരക്കിൽ ക്ഷാമബത്തയ്ക്ക് സഹകരണ സംഘം ജീവനക്കാർക്ക് അർഹതയുണ്ടായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ശമ്പളത്തിന്റെ ഇത്ര ശതമാനം ആണ് ക്ഷാമബത്ത എന്ന് സംസ്ഥാന സർക്കാർ നിർണയിച്ചാൽ അത് സഹകരണ ജീവനക്കാർക്ക് ബാധകമാണ്. ഏറ്റവും അവസാനമായി സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവ് പ്രകാരം അടിസ്ഥാന ശമ്പളത്തിന്റെ 86% ക്ഷാമബത്ത 1/7/2021 മുതൽ എല്ലാ സഹകരണ സംഘം ജീവനക്കാർക്കും ലഭിക്കുമെന്ന് 81 അത് ഈ അടുത്ത തീയതിയിലാണ് 5% വർദ്ധിപ്പിച്ച് 86% ആക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ വീട്ടുവാടക ബത്ത അടിസ്ഥാന ശമ്പളത്തിന്റെ 10% എന്ന് ശമ്പള പരിഷ്കരണ ഉത്തരവിൽ നിർണ്ണയിച്ചിട്ടുണ്ട്. അത് പരമാവധി 2500 എന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ലഭിക്കുന്ന ആകെ ശമ്പളം എന്ന് പറഞ്ഞാൽ ശമ്പള സ്കെയിൽ പ്രകാരമുള്ള ബേസിക് പേയും അതിന്റെ അടിസ്ഥാനത്തിൽ അതാത് സമയം നിർണ്ണയിക്കുന്ന നിരക്കിലുള്ള ക്ഷാമബത്തയും 10% നിരക്കിൽ പരമാവധി 2500 എന്ന നിലയിലുള്ള വീട്ടുവാടക അലവൻസും ചേർന്നതാണ് സാധാരണഗതിയിൽ ഒരു ജീവനക്കാരന്റെ മൊത്ത ശമ്പളം. അതിൽ നിന്നാണ് മറ്റ് ഡിഡക്ഷൻസ് കൊടുക്കുക. പിന്നെ ശമ്പളം ഓരോ വർഷവും വർദ്ധിക്കും എന്ന് പറഞ്ഞു. അതിന് ഇൻക്രിമെന്റ് എന്ന് പറയും. ഇൻക്രിമെന്റ് എന്നാൽ റൈസ് ഇൻ പേ വൺസ് ഇൻ 12 months ആണ് വിവക്ഷിച്ചിട്ടുള്ളത്. 12 മാസത്തിൽ ഒരു പ്രാവശ്യം വർദ്ധിക്കുന്നതാണ് ഇൻക്രിമെന്റ്. ഇപ്പൊ ഒരാൾ ജോലിയിൽ കയറിയാൽ അയാൾക്ക് അടുത്ത വർഷം അതേ തീയതിയിൽ
ആ ശമ്പള സ്കെയിലിന്റെ അയാൾ വാങ്ങുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ ഇതിന് അടുത്തുള്ള നിരക്കിൽ 100 ആണെങ്കിൽ 100 രൂപ നിരക്കിൽ അടുത്ത ബേസിക് മാറും കൂടും. ഇൻക്രിമെന്റ് സംബന്ധിച്ച് ഒരാള് എന്ന് ജോലിയിൽ കയറിയാലും ഏത് തീയതിയിൽ ജോലിയിൽ കയറിയാലും അയാൾ ഒരു 30-ാം തീയതി, ഒരു മാസത്തിന്റെ 30-ാം തീയതിയാണ് ജോലിയിൽ കയറുന്നതെങ്കിലും അയാൾക്ക് അടുത്ത വർഷം ആ മാസത്തിന്റെ 1-ാം തീയതി മുതൽ ഇൻക്രിമെന്റ് ലഭിക്കാൻ അത്രയുണ്ട്. അപ്പൊ ഇൻക്രിമെന്റ് എപ്പോഴും ഒരു മാസത്തിന്റെ 1-ാം തീയതി മുതൽ ലഭിക്കും. എല്ലാ മാസവും 1-ാം തീയതി മുതൽ. അതിലൊരു എക്സംഷൻ ഉള്ളത്, പ്രൊബേഷനിൽ ഇരിക്കുന്ന ജീവനക്കാരന്റെ ഇൻക്രിമെന്റ് പ്രൊബേഷൻ പൂർത്തിയാക്കുന്ന തീയതി മുതലേ ലഭിക്കും. ആ തീയതി മുതൽ മാത്രമേ ലഭിക്കൂ. അപ്പൊ എന്താണ് പ്രൊബേഷൻ? പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ നിരീക്ഷണ കാലയളവാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരാൾ സർവീസിൽ കയറിയാൽ ആദ്യത്തെ ഒരു വർഷം അയാളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള കാലയളവാണ് പ്രൊബേഷൻ. Every employee shall be on probation for 1 year within a period of 2 years എന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ജീവനക്കാരും, സഹകരണ ജീവനക്കാരും ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ ഒരു വർഷം പ്രൊബേഷനിലായിരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം പ്രൊബേഷനിലായിരിക്കും എന്നാണ്. ആ പ്രൊബേഷൻ പൂർത്തിയാക്കുന്ന തീയതിയിൽ അയാളുടെ അടുത്ത ഇൻക്രിമെന്റ് പൂർത്തിയാക്കുന്ന തീയതി മുതലേ ലഭിക്കും. തുടർന്നുള്ള ഇൻക്രിമെന്റ് എല്ലാ മാസവും 1-ാം തീയതി ലഭിക്കും. അടുത്തത് ലീവാണ്. ലീവ് നമ്മൾ പരിഗണിക്കുന്നതിന് മുമ്പ് 2 പ്രധാന പദങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന് ഡ്യൂട്ടി, 2 സർവീസ്. ഡ്യൂട്ടിയും സർവീസും നമുക്ക് വേണമെങ്കിൽ മാറിപ്പോകാം, പക്ഷെ അത് വളരെ കൃത്യമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കിയാലേ എന്താണ് അങ്ങനെ വ്യത്യസ്തമായിട്ട് അതിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയും. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാ ദിവസവും, എല്ലാ ഹോളിഡേയ്സും, എടുക്കുന്ന മുഴുവൻ ക്യാഷ് ലീവും ഡ്യൂട്ടിയാണ്. നമ്മളൊരു ക്യാഷ് ലീവ് എടുത്തു, അത് ഡ്യൂട്ടിയാണ്. ഒരു ലീവ് അവൈൽ ചെയ്തു, ലീവല്ല, ഒരു ഹോളിഡേ അവൈൽ ചെയ്തു, അത് ഡ്യൂട്ടിയാണ്. നമ്മൾ ജോലി ചെയ്തു, അത് ഡ്യൂട്ടിയാണ്. അതാണ് ഡ്യൂട്ടി. സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിയിൽ കയറി ഈ കാലയളവ് മുതൽ നമ്മൾ എന്ന് സർവീസ് അവസാനിക്കുന്നു, സേവനം അവസാനിക്കുന്നു, അന്ന് വരെയുള്ള മുഴുവൻ കാലയളവ് സർവീസാണ്. നമ്മൾ ഡ്യൂട്ടിയിലാണെങ്കിലും ലീവിലാണെങ്കിലും അതല്ലെങ്കിൽ വേറെ എന്ത് തരത്തിലുള്ള ഇതിൽ പ്രവേശിച്ചാലും അതെല്ലാം സർവീസാണ്. അപ്പൊ ലീവ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വരുന്ന ആദ്യമായിട്ട് വരുന്ന ഒരു സംഗതി കാഷ്വൽ ലീവാണ്, യാദൃച്ഛിക അവധി. അത് സഹകരണ സംഘ ജീവനക്കാർക്ക് ബാധകമായ യാദൃച്ഛിക അവധി ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു കലണ്ടർ ഇയറിൽ 20 ദിവസം. പക്ഷെ നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാര് അത്യാവശ്യ വിഭാഗം സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ, അത്യാവശ്യ സേവന മേഖലയിലുള്ള ആളുകൾ എന്നുള്ള നിലയിൽ പല സ്ഥാപനങ്ങളും ഈ കാഷ്വൽ ലീവും കുറവ് വരുത്തി 10, 12, 15 എന്ന നിലയിലൊക്കെ കുറവ് വരുത്തി അനുവദിക്കുന്ന ഒരു സംഗതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് അവർ പറയുന്ന ഒരു ന്യായം, സഹകരണ സംഘം രജിസ്ട്രാറുടെ ഒരു നിർദ്ദേശം, ഈ വിഭാഗം ജീവനക്കാർ അവശ്യ സർവീസ് ജീവനക്കാർ എന്ന നിലയിൽ കണക്കാക്കി സർക്കാർ സർവീസിലെ തനത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അനുവദിക്കുന്ന തരത്തിൽ ലീവ് കൊടുത്താൽ മതി എന്നൊരു നിർദ്ദേശമുണ്ട് എന്ന ന്യായമാണ് കാഷ്വൽ ലീവിനെ സംബന്ധിച്ചുള്ളത്. പിന്നെയുള്ള ലീവുകൾ നമ്മൾ ഡ്യൂട്ടി ചെയ്തിട്ടും സർവീസ് ചെയ്തിട്ടും ആർജിക്കുന്നതാണ്, ഏൺ ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യത്തെ ലീവാണ് ഏൺ ചെയ്യുന്ന ലീവ് എന്ന അർത്ഥത്തിൽ തന്നെ പറയുന്ന ഏൺഡ് ലീവ്. ഏൺ ചെയ്യുന്ന ലീവാണ്, ആർജിക്കുന്ന ലീവാണ്. അത് ഒരു ജീവനക്കാരൻ അയാൾ ഡ്യൂട്ടി ചെയ്യുന്ന 11 ദിവസത്തിന് 1 എന്ന നിലയിൽ അയാളുടെ അക്കൗണ്ടിൽ ആർജിക്കപ്പെടുന്ന ലീവാണ്. ഒരു വർഷം ജോലി ചെയ്താൽ 33 ചില്ലറ ദിവസം ലീവ്, 33 2/11 അല്ലെങ്കിൽ 3/11 ലീവ്. അപ്പോൾ ഒരു ജീവനക്കാരൻ ഒരു വർഷം ഡ്യൂട്ടി ചെയ്താൽ, ലീവ് ഒഴിച്ച് ഉള്ള കാലയളവാണ് ഡ്യൂട്ടി. ഒരു വർഷം ഡ്യൂട്ടി ചെയ്താൽ അയാൾക്ക് 33 2/11 ലീവ് അയാളുടെ സർവീസിൽ ഏൺഡ് ലീവ് ഉണ്ടാവും, കൂടും. ഉള്ള ലീവിനോട് കൂടി അത്രയും ലീവ് കിട്ടും. പക്ഷെ ഒരു ജീവനക്കാരന്റെ ആദ്യത്തെ വർഷത്തെ സർവീസിൽ, മക്കൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ വർഷത്തെ സർവീസ് കാലയളവിൽ അയാളുടെ ആർജിത അവധി
22 ദിവസത്തിന് 1 എന്ന നിലയിലാണ്. അപ്പോ ഒരു ജീവനക്കാരന്റെ ആദ്യത്തെ വർഷത്തെ സർവീസിൽ അയാൾക്ക് 22-1 എന്ന നിലയിൽ ലീവ് ആക്കിയിരുന്നു. തുടർന്ന് ഓരോ 11 ദിവസത്തെ ഡ്യൂട്ടിക്കും ഓരോ ലീവ്. അപ്പൊ ഒരു ജീവനക്കാരന്റെ ആദ്യത്തെ വർഷത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ ജനുവരി മാസം ഇന്ന് 13-ാം തീയതി ജോലി പ്രവേശിക്കുന്ന ഒരാളാണ്. അടുത്ത വർഷം ജനുവരി 12 ആകുമ്പോൾ അയാളുടെ ഒരു വർഷം പൂർത്തിയാകും. അയാൾ 365 ദിവസം അയാൾ സേവനത്തിലുണ്ടാകും. അയാളുടെ സർവീസ് ഒരു വർഷം അന്ന് പൂർത്തിയാകും. അന്ന് പൂർത്തിയാകുന്ന സർവീസിനിടയിൽ അയാൾ എത്ര ദിവസം ഡ്യൂട്ടി ചെയ്തു എന്ന് കണക്കാക്കി അത്രയും ദിവസത്തെ 22 കൊണ്ട് ഹരിച്ചു കിട്ടുന്നതാണ് അയാൾക്ക് ആ വർഷം ആദ്യം. എന്ന് പറഞ്ഞാൽ ആ കാലയളവിനുള്ളിൽ അയാൾ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം അയാൾ ആ 365 നിന്ന് കുറച്ച് ഇട്ട് വേണം 22. തുടർന്ന് എല്ലാ വർഷവും 11-1 എന്ന നിലയിൽ ലീവ് ആർജിക്കും. ഏൺഡ് ലീവിനൊരു പ്രത്യേകതയുള്ളത്, ഏൺഡ് ലീവ് ഒരാളുടെ സർവീസിൽ 300 വരെ ആർജിക്കുള്ളൂ. പരമാവധി ആർജിക്കാവുന്ന ഏൺഡ് ലീവ് 300 ആണ്. 300-ന് ശേഷവും അയാൾ ഡ്യൂട്ടി ചെയ്ത് ലീവ് ആർജിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ ലീവ് ഒന്നും ക്രെഡിറ്റ് ചെയ്യപ്പെടും. 300 വരെ ക്രെഡിറ്റ് ചെയ്യും. അടുത്ത ലീവാണ് ഹാഫ് പേ ലീവ്. ഹാഫ് പേ ലീവിന് ഡ്യൂട്ടി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓരോ വർഷത്തെ സർവീസിനും 20 എന്ന നിലയിൽ ഹാഫ് പേ ലീവ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ആ ഒരു വർഷത്തെ സർവീസിനിടയിൽ അയാൾ കുറെ ദിവസങ്ങളിൽ ഏതെങ്കിലും തരം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും ബാധകമല്ല. ആ സർവീസ് പൂർത്തിയാകുന്ന ഏത് തീയതിയിലാണോ തൊട്ടടുത്ത തീയതിയിൽ അയാളുടെ അക്കൗണ്ടിൽ 20 ലീവ് ക്രെഡിറ്റ് വരും. അത് ഹാഫ് പേ ലീവാണ്. ഹാഫ് പേ ലീവ് ഒരു പ്രത്യേകത ഉള്ളത്, ഒരു വർഷം പൂർത്തിയാക്കിയാൽ മാത്രമേ ക്രെഡിറ്റിൽ വരുള്ളൂ. ഒരു വർഷം പൂർത്തിയാക്കാൻ 2 ദിവസം ബാക്കിയുണ്ടെങ്കിൽ പോലും ഒരു ലീവും ക്രെഡിറ്റ് വരില്ല. പൂർത്തിയാക്കിയ വർഷത്തിൽ മാത്രം ലീവ് ക്രെഡിറ്റ് വരും. പൂർത്തിയാക്കാത്ത ശിഷ്ടഭാഗങ്ങൾ കണക്കാക്കുകയേയില്ല. അതാണ് ഹാഫ് പേ ലീവിന്റെ പ്രത്യേകത. ഹാഫ് പേ ലീവ് ആ വാക്കുകൾ ഫലിപ്പിക്കുന്ന അർത്ഥം പോലെ തന്നെ പകുതി ശമ്പളത്തിനുള്ള ലീവ്. ഹാഫ് പേ ലീവ് അവൈൽ ചെയ്താൽ, ഹാഫ് പേ ലീവ് എടുത്താൽ ആ ജീവനക്കാരന് പകുതി ശമ്പളം ലഭിക്കും എന്ന അർത്ഥം അതിൽ ആ പേരിൽ തന്നെ ഫലിപ്പിക്കുന്നുണ്ട്. പകുതി ശമ്പളം. ഹാഫ് പേ ലീവ് ഹാഫ് പേ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഹാഫ് പേ ലീവ് മുഴുവൻ ശമ്പളം കിട്ടുന്ന രീതിയിൽ കമ്മ്യൂട്ടഡ് ലീവായിട്ട് ഉപയോഗിക്കാം. അതൊരു ഹാഫ് പേ ലീവിന്റെ വേറൊരു വിനിയോഗമാണ്. ഹാഫ് പേ ലീവ് കമ്മ്യൂട്ടഡ് ലീവായിട്ട് വിനിയോഗിക്കുമ്പോൾ ഒരു ദിവസം ലീവ് എടുക്കുന്നതിന് 2 ഹാഫ് പേ ലീവ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഒരു കമ്മ്യൂട്ടഡ് ലീവ് എടുത്താൽ നമ്മുടെ അക്കൗണ്ടിലുള്ള ഹാഫ് പേ ലീവിൽ നിന്ന് 2 എണ്ണം കുറയ്ക്കും. അങ്ങനെയാണ് കമ്മ്യൂട്ടഡ് ലീവ് എടുക്കുക. കമ്മ്യൂട്ടഡ് ലീവ് എടുത്താൽ അവധി ശമ്പളമായിട്ട് നമ്മൾ സാധാരണ കിട്ടുന്ന തൊട്ട് തലേ മാസം കിട്ടിയ ശമ്പളം മുഴുവനായിട്ട് ഹാഫ് പേ ലീവ് എടുക്കുകയാണെങ്കിൽ പകുതി ശമ്പളമേ കിട്ടും. പകുതി ശമ്പളവും അലവൻസും കിട്ടും. അതാണ് ഹാഫ് പേ ലീവ് കമ്മ്യൂട്ടഡ് ലീവിന്റെ വ്യത്യാസം. പിന്നുള്ള ലീവ് നോട്ട് ഡ്യൂ ആണ്. അത് പ്രത്യേകിച്ച് ഇവിടെ പരാമർശിക്കപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നുള്ളത് ലീവ് വിത്തൗട്ട് അലവൻസ് അല്ലെങ്കിൽ ലോസ് ഓഫ് ദ ലീവ് എന്ന് പറയുന്ന ലീവാണ്. ആ പേര് പറയുന്നത് പോലെ തന്നെ യാതൊരു ആനുകൂല്യവും സാമ്പത്തിക ആനുകൂല്യവും കിട്ടാത്ത ലീവാണ് ലീവ് വിത്തൗട്ട് അലവൻസ്. ഏൺഡ് ലീവ് പറഞ്ഞപ്പോ ഏൺഡ് ലീവിന് ഒരു പ്രത്യേകത ഉള്ളത്, ഏൺഡ് ലീവ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് വിറ്റ് കാശാക്കാം, സറണ്ടർ ചെയ്യാം. ഏൺഡ് ലീവ് നമ്മൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അവൈൽ ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കാം, നമുക്ക് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ക്രെഡിറ്റിൽ ഉണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്തുകൊണ്ട് ഇത്ര ലീവ് ഞാൻ സറണ്ടർ ചെയ്യുന്നു എന്ന് എഴുതി കൊടുത്താൽ അത്രയും ദിവസം ഡ്യൂട്ടി ചെയ്തതായിട്ട് കണക്കാക്കി അതിന് അനുസൃതമായ സാലറി ലീവ് സാലറി ആയിട്ട് സറണ്ടർ സാലറി ആയിട്ട്. വർഷത്തിൽ 30 ദിവസം ലീവ് സറണ്ടർ ചെയ്യുന്നതിനാണ് ഇപ്പോൾ വ്യവസ്ഥയുള്ളത്. നേരത്തെ അത് 30 സ്കീം ഉണ്ടായിരുന്നു. ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 15 ദിവസവും കൂടി ചേർത്ത് 45 ദിവസം വരെ സറണ്ടർ ചെയ്യാവുന്ന ഒരു സംവിധാനം നേരത്തെ നിലവിലുണ്ടായിരുന്നു. ഇപ്പൊ അത് ഒരു വർഷത്തിൽ 30 ലീവ് വരെ സറണ്ടർ ചെയ്യാം. അത് ഒന്നിച്ച് സറണ്ടർ ചെയ്യണമെന്നില്ല. നമുക്ക് പീസ്മീലായിട്ട് വേണമെങ്കിലും സറണ്ടർ ചെയ്ത് സറണ്ടർ സാലറി വാങ്ങാം.
അപ്പോൾ ഏൺഡ് ലീവിന് മാത്രമുള്ള ഒരു ആനുകൂല്യമാണ്. ആ ലീവ് നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ അവെയിൽ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്യും. വർഷത്തിൽ ഒരു പ്രാവശ്യമേ സാമ്പത്തിക വർഷത്തിൽ 30 എണ്ണത്തിൽ കൂടുതൽ ചെയ്യാൻ കഴിയും. അതാണ് ലീവ് സംബന്ധിച്ച് പറയുന്നത്. ഒരു ജീവനക്കാരൻ റിട്ടയർ ചെയ്യുമ്പോൾ അയാളുടെ അക്കൗണ്ടിൽ എത്ര ഏൺഡ് ലീവ് ഉണ്ടെങ്കിലും അത് റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് പിറ്റേ ദിവസം സറണ്ടർ ചെയ്ത് ടെർമിനൽ സറണ്ടർ എന്നുള്ള നിലയിൽ അതിന് അവകാശപ്പെട്ട ലീവ് സർവീസ് വാങ്ങാം. 300 എണ്ണം വരെ ക്രെഡിറ്റ് വരുള്ളൂ ഞാൻ പറഞ്ഞു, പെട്രോളോട് പറഞ്ഞു. 300 ലീവ് വരെ സറണ്ടർ ചെയ്ത് അത്രയും ലീവ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 10 മാസത്തെ തലേ മാസം വാങ്ങിയ ശമ്പളത്തിന്റെ 10 ഇരട്ടി ലീവ് സാലറി ആയിട്ട് വാങ്ങുന്നത്. അതിന് ടെർമിനൽ സറണ്ടർ എന്ന് പറയും. പിന്നെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ലീവാണ് സ്ത്രീ ജീവനക്കാർക്ക് ലഭിക്കുന്ന മെറ്റേണിറ്റി ലീവ്, അതുപോലെ തന്നെ അബോർഷൻ ലീവ് അല്ലെങ്കിൽ മിസ്കാരേജ് ലീവ്. മെറ്റേണിറ്റി ലീവ് 180 days ആണ്. 180 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെലിവറി. അതായത് ആ വനിതാ ജീവനക്കാരി പ്രസവിച്ച തീയതി മുതൽ 180 ദിവസം വരെ വേണമെങ്കിൽ അവയിൽ ചെയ്യാം. അല്ലെങ്കിൽ അതിനു മുൻപ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനു മുൻപ് എടുത്തിട്ട് 180 ദിവസം വരെ ആ ലീവ് എടുക്കും. 180 days. ഒരു പ്രത്യേകതയുള്ളത്, ഒരു ജീവനക്കാരി പ്രസവശേഷമാണ് ജോലി പ്രവേശിക്കുന്നതെങ്കിൽ ആ ജീവനക്കാരിക്ക് പ്രസവ തീയതി മുതൽ 180 ദിവസം വരെ ലീവിന് അർഹതയുണ്ടായിരുന്നു എന്ന അടിസ്ഥാനത്തിൽ ആ ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാരിക്ക് പ്രവേശിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ പ്രസവിച്ച് 180 ദിവസം തികയാൻ ഇനി എത്ര ദിവസം ബാക്കിയുണ്ടോ അത്രയും ദിവസത്തേക്ക് മെറ്റേണിറ്റി ലീവ് അനുവദിച്ചു കൊടുക്കാൻ വ്യവസ്ഥ. അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അബോർഷൻ ലീവ്. 6 ആഴ്ചയാണ് അബോർഷൻ ലീവ് അനുവദിക്കുക. അതും ഈ ലീവുകൾക്കെല്ലാം മുഴുവൻ ശമ്പളം ലീവ് സാലറി ആയിട്ട്. പിന്നെ അതേപോലെ ഹിസ്റ്ററെക്ടമിക്കും ലീവ് 45 ദിവസത്തെ ലീവ് അനുവദിക്കുന്നത്. ഗർഭപാത്രം ഇപ്പം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയ ചെയ്യുന്ന ജീവനക്കാർക്ക് 45 ദിവസത്തെ ലീവ് അനുവദിക്കുന്നതിന് അവസ്ഥ. അതേപോലെ ഏതെങ്കിലും ഒഴിവ് ദിവസം ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക്, ഒഴിവ് ദിവസം ജോലി ചെയ്യാന്ന് വെച്ചാൽ നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരെ സംബന്ധിച്ച് സൺഡേ ആണ് ഒഴിവ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ആയിട്ട് കാണുന്നത്. അപ്പൊ സൺഡേ ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാർക്ക് 3 മാസത്തിനുള്ളിൽ എന്ന് വേണമെങ്കിലും ഒരു കോമ്പൻസേറ്ററി ലീവ് എടുക്കാം. അത് കോമ്പൻസേറ്ററി ലീവ് എന്ന് കണക്കാക്കും. അത് എന്നാണ് നമ്മൾ ജോലി ചെയ്തത് ആ ജോലി ചെയ്ത തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ ആ ലീവ് ആകും. പിന്നെ സഹകരണ സംഘം ജീവനക്കാർ എന്നുള്ള നിലയിൽ പ്രധാനമായിട്ടും പ്രമോഷൻ അർഹതയില്ലാത്ത ജീവനക്കാർ എന്നുള്ള നിലയിൽ ഹയർ ഗ്രേഡ് കിട്ടുന്നതിനാണ് ഈ ജീവനക്കാർക്ക് അർഹതയുള്ളത്. ഹയർ ഗ്രേഡ് 4 ഹയർ ഗ്രേഡുകളാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. സബ് സ്റ്റാഫ് കാറ്റഗറിയിലുള്ള ജീവനക്കാർക്ക് 4 ഹയർ ഗ്രേഡും, സൂപ്പർവൈസറി കാറ്റഗറിയിലുള്ള ക്ലറിക്കൽ കാറ്റഗറിക്ക് മീതെ ഉള്ള ജീവനക്കാർക്ക് 2 ഹയർ ഗ്രേഡുകളാണ്. 8 വർഷം ഒരേ തസ്തികയിൽ തുടരുന്നതിന് ഒരു ഹയർ ഗ്രേഡ്, 15 വർഷത്തിന് അടുത്ത ഹയർ ഗ്രേഡ്, 23 വർഷത്തിന് അടുത്ത ഹയർ ഗ്രേഡ്, 28 വർഷത്തിന് അടുത്ത ഹയർ ഗ്രേഡ്. 8, 16, 23, 28 4 ഹയർ ഗ്രേഡുകൾ കണക്കിലുണ്ട്. ഹയർ ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊമോഷൻ എന്ന് കണക്കാക്കി ശമ്പളം നിർണയിച്ച് കൊടുക്കും. സാധാരണ നിലയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തേക്കാൾ 2 ഇൻക്രിമെന്റ് ഇപ്പോഴത്തെ നിലയ്ക്ക്, ഇപ്പോൾ എല്ലാം മാസ്റ്റർ സ്കെയിലാണ് ശമ്പള സ്കെയിലുകൾ പോകുന്നത് എന്നുള്ളത്. ഒരു ജീവനക്കാരനെ ഒരു ഗ്രേഡ് പ്രൊമോഷൻ കിട്ടിയാൽ 2 ഇൻക്രിമെന്റ് കൂടുതലായിട്ട് കിട്ടും എന്നിപ്പോൾ ഉറപ്പാണ്. അങ്ങനെ ഗ്രേഡ് പ്രൊമോഷൻ അർഹതയാണ്. സഹകരണ മേഖലയിലെ ജീവനക്കാർ എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള 1993 മുതൽ ആവിഷ്കരിച്ചിട്ടുള്ള സഹകരണ ജീവനക്കാരുടെ സ്വാശ്രയ പെൻഷൻ പദ്ധതിയിൽ അംഗമാകാനും അതിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ആൾക്കാരുണ്ട്. അതിൽ അംഗമായി എല്ലാ ജീവനക്കാരും അംഗമായി ചേരേണ്ടതുണ്ട്. അങ്ങനെ അംഗമായി ചേരുന്ന ജീവനക്കാരൻ അയാളുടെ ക്വാളിഫയിങ് സർവീസിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് പെൻഷൻ കണക്കാക്കുന്നത്. പരമാവധി ബേസിക് പെൻഷൻ 15,000 രൂപയും DAയുമാണ് ഇപ്പം ലഭിക്കുന്നത്. 30 വർഷത്തെ സേവനത്തിന് ആണ് പരമാവധി പെൻഷൻ ലഭിക്കുക.
30 വർഷത്തെ സേവനം എന്ന് പറഞ്ഞാൽ അതിൽ ശമ്പളമില്ലാത്ത അവധി പോലുള്ള അവധികൾ ഒഴിവാക്കി 30 വർഷത്തെ സേവനമാണ് വരിക. അങ്ങനെ ക്വാളിഫയിങ് സർവീസ് കണക്കാക്കി 30 വർഷത്തെ സേവനത്തിന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ പകുതി എന്നുള്ളത് പരമാവധി 15,000 രൂപ. അടിസ്ഥാന പെൻഷനും അതിൽ പിന്നെ DA ലഭിക്കുന്ന എല്ലാ ജീവനക്കാരും അതിൽ ചേരേണ്ടതുണ്ട്. നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമായ ഒരു വിഷയമുള്ളത് 2008 ഈ വിഭാഗം ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ചത് എന്നുള്ളതുകൊണ്ട് കേരള സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് 2008 മുൻപ് കൺസോളിഡേറ്റ് ശമ്പളത്തിൽ വർക്ക് ചെയ്തിരുന്ന ജീവനക്കാരുടെ കേസുകളിൽ അവരുടെ ആ കാലയളവിലെ സേവനം ഇപ്പോൾ യോഗ്യതാ സേവന കാലയളവായി അംഗീകരിച്ചു വരുന്നില്ല. അതിന് എനിക്ക് തോന്നുന്നത് സഹകരണ രജിസ്ട്രാറിൽ നിന്ന് ആ വിഭാഗം അത്തരം ജീവനക്കാരെ സേവനം അത്തരം ജീവനക്കാരെ അവരെ ജോലിയിൽ പ്രവേശിച്ച 2008 മുമ്പ് ജോലിയിൽ പ്രവേശിച്ച കൺസോളിഡേറ്റഡ് ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിച്ച തീയതി മുതൽ അവരുടെ സേവനം അംഗീകരിച്ച് നൽകിയാൽ മാത്രമേ പെൻഷൻ ബോർഡിനെ പങ്കെടുക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയിൽ ഒരു നീക്കം നടത്തുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. വേറെ ഒരു വെൽഫെയർ ക്ഷേമ നിധിയുണ്ട്, വെൽഫെയർ ഫണ്ട് ബോർഡുണ്ട്. അതിൽ ജീവനക്കാരംഗങ്ങളാകാം സംഘത്തിന്റെ വിഹിതവും ജീവനക്കാരന്റെ വിഹിതവും ചേർത്ത് ഓരോ മാസവും വെൽഫെയർ ബോർഡിലേക്ക് അടയ്ക്കുക. റിട്ടയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആനുകൂല്യങ്ങൾക്ക് ജീവനക്കാർക്ക് റിട്ടയർ ചെയ്യാറുള്ളത്. അതുപോലെ വേറൊരു ആകർഷകമായ ഒരു കാര്യമാണ് ജീവനക്കാർക്കുള്ള ഓവർ ഡ്രാഫ്റ്റ്. അതാത് ബാങ്ക് അല്ലെങ്കിൽ സംഘം അനുവദിക്കുന്ന ഓവർ ഡ്രാഫ്റ്റ്. ആ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യുന്നതിനും ജീവനക്കാരെന്നുള്ള നിലയിൽ നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാർക്ക് അവകാശമുണ്ട്. ഒരു പ്രത്യേകത നമ്മൾ കാണേണ്ടത് സഹകരണ സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ സംഘത്തിന്റെ ഇടപാടുകളുടെ പ്രവർത്തന മൂലധനത്തിന്റെ നിക്ഷേപത്തിന്റെ വായ്പാ ബാധ്യതയുടെ മറ്റു ചില മാനദണ്ഡങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ ഉയർത്തുന്നതനുസരിച്ച് ജീവനക്കാരുടെ ശമ്പള സ്കെയിലിൽ മാറ്റം വരികയും ശമ്പളം കൂടുന്ന ഒരവസ്ഥയാണ്. പക്ഷേ നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരുടെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു ശമ്പള വർധനവിന് യാതൊരു അടിസ്ഥാനമില്ല. എന്ന് പറഞ്ഞാൽ നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാർ അവർ പ്രവർത്തിക്കുന്ന ആ മെഡിക്കൽ സ്റ്റോറിലെ വിൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ ശമ്പളം നിർവഹിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അതിനുള്ള അർത്ഥമില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ. പ്രാഥമികമായി നീതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരെ സംബന്ധിച്ച് ഒരു തുടക്കം എന്നുള്ള നിലയിൽ വളരെ ഏറ്റവും അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരാമർശിക്കേണ്ടതുണ്ടെങ്കിൽ അതുമായിട്ട് പിന്നീട് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. നമസ്കാരം.